നമുക്കിനി ശബരിമലയിലേക്ക് തന്നെ പോവാം. ശരി, അവിടെ അനന്തകൃഷ്ണനും കണ്ണൻ നായരും ഒക്കെ ഉണ്ട്. പനതാ കണ്ണ, ഇതാ നമ്മൾ ജയറാമന്റെയും ബിജുവിന്റെയും ഒക്കെ അയ്യപ്പനെ കുറിച്ചുള്ള അവരുടെ ഓർമ്മകളാണ് കേട്ടത്. ഇങ്ങനെ എന്താ പറയുക, തുളുമ്പി നിറഞ്ഞു തുളുമ്പി മനസ്സ് തുളുമ്പി വരുന്ന വാക്കുകളാണ്. അവിടെ എങ്ങനെയാണ് ഭക്തരിങ്ങനെ ഒഴുകി ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണല്ലേ? ദിവിഷ ഇപ്പോൾ പാടിയതുപോലെ പുണ്യമലയായ പൊന്മലയിൽ ശ്രീ ശബരീശ സന്നിധിയിൽ ഞങ്ങൾ നിൽക്കുകയാണ്. ഇവിടെ മകരവിളക്ക് മഹോത്സവത്തിന്റെ ആദ്യത്തെ മണിക്കൂറുകൾ കടന്നു പോകുന്നു. ഉഷപൂജ കഴിഞ്ഞപ്പോൾ പൂജാ സമയമാണ്. ഉഷപൂജ നടന്നുകൊണ്ടിരിക്കുന്നു. പൂജ പൂർത്തിയായി. ഇനിയിപ്പോൾ വരാൻ പോകുന്ന മകരസംക്രമ പൂജയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ്. 8:55 മകരസംക്രമ പൂജ, അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളാണ്. ഏതാണ്ട് ഉഷപൂജ കഴിഞ്ഞാൽ ഉടൻ തന്നെ മകരസംക്രമ പൂജയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കും. തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് അത് ശ്രീകോവിലിനുള്ളിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മന്ത്രി അടക്കമുള്ള ആൾക്കാർ ഇവിടെയൊക്കെ എത്തുകയാണ് മകരസംക്രമ പൂജ ഇത് പങ്കെടുക്കാൻ വേണ്ടി. ദേവസ്വം ബോർഡ് പ്രസിഡന്റും മെമ്പർമാരും ഒക്കെ തന്നെ നേരത്തെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ദേവസ്വം പബ്ലിക് ഗസ്റ്റ് ഹൗസിൽ നിന്ന് മന്ത്രിയും മറ്റ് MLA മാർ, ജനീഷ് MLA യും അതുപോലെ തന്നെ മറ്റ് MLA മാരൊക്കെ തന്നെയുണ്ട്. അവർക്ക് തെരഞ്ഞെടുപ്പ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും എടുത്ത് പറയേണ്ടത് തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ആ ഫ്ലൈ ഓവർ. ഈ പ്രദേശമാകെ ഓരോ ഭക്തന്മാരുടെയും സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിച്ചുകൊണ്ട് നിൽക്കുന്ന ഓരോ ഭക്തന്മാരും ഇങ്ങനെ ഫ്ലൈ ഓവർ തിങ്ങി നിറഞ്ഞ് കുറെ നേരത്തിന് ശേഷമാണ് അല്ലെങ്കിൽ തിങ്ങി നിറഞ്ഞു പോകുന്നത്. അതിപ്പോൾ ചിലപ്പോൾ പൂജ ആയതുകൊണ്ടാകും. കുറച്ചുനേരം നട അടയ്ക്കും. പൂജാ സമയമായതുകൊണ്ട് ഉഷപൂജ കഴിഞ്ഞു. ഇപ്പോൾ സന്നിധാനത്ത് മകരസംക്രമ പൂജയുടെ ഒരുക്കങ്ങളിലേക്ക് കടക്കുകയാണ്. 8:55 മകരസംക്രമ പൂജ. അധികം വൈകില്ല. മകരസംക്രമ പൂജ എന്ന് പറയുന്നത് കൃത്യം ആ നിമിഷമാണ്. സൂര്യൻ ധനുരാശിയിൽ നിന്ന് മകരം രാശിയിലേക്ക് വഴിമാറുന്ന, സൂര്യന്റെ സഞ്ചാരപഥം മാറുന്ന ആ മുഹൂർത്തത്തിലാണ് ഈ മകരസംക്രമ പൂജ ശബരിമല സന്നിധാനത്ത് നടക്കുന്നത്. അതുതന്നെയാണ് ശബരിമലയെ സംബന്ധിച്ച് ഏറ്റവും പുണ്യമായ ദിവസം. ആ പുണ്യ ദിവസത്തിലാണ് ഭഗവാൻ തിരുവാഭരണ വിഭൂഷിതനായി ഒരു വിലാളി വീരനായിട്ട്, വീരമണി കണ്ഠനായിട്ട് നിന്നുകൊണ്ട് ഭക്തർക്ക് അനുഗ്രഹം ചൊരിയുന്ന ആ ദിവസം. അത് നമ്മൾ കുട്ടിക്കാലത്ത് കേട്ടുള്ള ഒരു കഥകളില്ല, അമ്മമാരൊക്കെ തന്നെ പറഞ്ഞു തന്ന ഒരു കഥകളുണ്ട് അയ്യപ്പനെ കുറിച്ചുള്ളത്. അയ്യപ്പൻ ഒരു യോദ്ധാവായിരുന്നു, പന്തളത്ത് രാജാവിന്റെ പുത്രനായിരുന്നു എന്ന് പറയപ്പെടുന്നു. അങ്ങനെയുള്ള ആ മകൻ ഒരു യോഗിയായി പോകണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ പന്തളത്ത് രാജാവായിട്ടുള്ള പാണ്ഡ്യരാജാവായിട്ടുള്ള അദ്ദേഹം പറഞ്ഞു, ഒരു ദിവസമെങ്കിലും എനിക്ക് എൻ്റെ മകനെ ഈ യോദ്ധാവിന്റെ രൂപത്തിൽ കാണണം എന്നുള്ള ആഗ്രഹം പറയുകയുണ്ടായി. അങ്ങനെയാണ് ഭഗവാൻ അയ്യപ്പൻ ധർമ്മശാസ്താവിലേക്ക് ലയിക്കുന്നതിന് മുമ്പ് അയ്യപ്പ സ്വാമി പറഞ്ഞത്, ഒരു ദിവസം, അത് മകരസംക്രമ ദിവസം ശബരിമലയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അച്ഛന് എന്നെ യോദ്ധാവായി കാണാൻ സാധിക്കും. അതിന്റെ ഒരു സന്തോഷത്തോടു കൂടി ആ ഒരു കാര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് യോദ്ധാവിന് വേണ്ടി എന്തൊക്കെയാണ് ആടയാഭരണങ്ങൾ വേണം, വാള് വേണം, പരിച വേണം, അദ്ദേഹത്തിന്റെ വാഹനങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ പുലി മറ്റുള്ള കാര്യങ്ങളും കുതിര അടക്കമുള്ള കാര്യങ്ങൾ വേണം, മറ്റ് എല്ലാ കാര്യങ്ങളും നൽകിക്കൊണ്ട് ഒരു യോദ്ധാവിന്റെ രൂപത്തിൽ മകനെ കാണാൻ വേണ്ടി അച്ഛന്റെ ഒരു ആഗ്രഹ പൂർത്തീകരണ ദിവസം കൂടിയാണിന്ന്. ഈ ഭഗവാനെ കുറിച്ച് പറയുമ്പോൾ തൊട്ടപ്പുറത്ത് ഭഗവതി കൂടിയുണ്ട്, വാളികപ്പുറത്തമ്മയുണ്ട്. വാളികപ്പുറത്തമ്മയെ കുറിച്ച് പറയാതെ ഈ ശബരിമല സന്നിധാനത്ത് എന്ന മകരവിളക്ക് ഉത്സവത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ പൂർണ്ണമാകില്ല. മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് മുപ്പട്ട് ചൊവ്വാഴ്ചയാണ്, മകര ചൊവ്വയാണ്. ഈ മകരച്ചൊവ്വ, മുപ്പട്ട് ചൊവ്വ എന്നൊക്കെ പറയുന്നത് ദേവീ ക്ഷേത്രങ്ങളിൽ, പ്രത്യേകിച്ച് ഭദ്രകാളി ക്ഷേത്രങ്ങളെ സംബന്ധിച്ച് വലിയ പ്രാധാന്യമുള്ള ദിവസമാണ്. ആ പ്രത്യേക പൂജകൾ ആ ക്ഷേത്രങ്ങളിൽ നടക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഈ രണ്ട് മകരച്ചൊവ്വയും മകരവിളക്കും ഒരുമിച്ച് വരുമ്പോൾ സാക്ഷാൽ അയ്യപ്പസ്വാമിക്കും തൊട്ടപ്പുറത്ത് ഭദ്രകാളി രൂപത്തിൽ സർവ പ്രപഞ്ചത്തിന്റെയും പ്രകൃതിയുടെയും രൂപത്തിൽ നിൽക്കുന്ന മാളികപ്പുറത്തമ്മയ്ക്കും വിശേഷ ദിവസമാണിന്ന് മുപ്പട്ട് ചൊവ്വാഴ്ച. അപ്പോൾ ഇന്നലെ ധനുമാസത്തിലെ തിരുവാതിരയായിരുന്നു. അത് ദേവീക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്. ധനുമാസ തിരുവാതിര കഴിഞ്ഞ് പല ശിവക്ഷേത്രങ്ങളിലടക്കം ഭഗവാന്റെ പിതൃസ്ഥാനത്താണ് മഹാദേവനുള്ളത്. നിലയ്ക്കൽ മഹാദേവൻ ഇരിക്കുന്നു. നിലയ്ക്കൽ തന്നെ പള്ളിപ്പുറത്ത് കാവലമ്മ മോഹിനി രൂപത്തിൽ മകനെ പിരിഞ്ഞതിന്റെ വിഷമത്തിൽ കിഴക്കോട്ട് നോക്കിയിരിക്കുന്നു. അങ്ങനെ ഈ ഒരു 18 പടികളും 18 മലകളും മുഴുവൻ അയ്യപ്പ ചൈതന്യം തൂകുന്ന ഒരു നിമിഷമാണ് ഈ മകരവിളക്ക് പലപ്പോഴും നമ്മൾ പറയുന്ന അയ്യപ്പൻ നമ്മുടെ കേരളത്തിന്റെ ദൈവമാണെന്ന് പറയുന്നെങ്കിൽ തമിഴ്നാട്ടുകാർ ഏറ്റവും കൂടുതൽ പറയുന്നത് അയ്യപ്പൻ എങ്ങോട്ടാ നോക്കിയിരിക്കുന്നത്, ഞങ്ങളെ നോക്കിയിരിക്കുക, പാണ്ഡ്യരാജാവാണ്. ഈ ഒരു കാന്തമല, ഈ ഒരു മല കഴിഞ്ഞാൽ, പൊന്നമ്പലമേട് കഴിഞ്ഞാൽ പിന്നെ തമിഴ്നാടായി. ഭഗവാൻ ഇങ്ങനെ അതിനകത്തൊരു കാര്യമുണ്ട്. കാര്യം പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട ക്ഷേത്രം എന്ന് പറയുന്ന അച്ചൻകോവിലായാലും ആര്യങ്കാവായാലും കുളത്തൂപ്പുഴയായാലും കാന്തമല ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കില്ല. പുണ്യ ശബരിമലയാണെങ്കിൽ പോലും ആ വിഗ്രഹങ്ങളെല്ലാം നോക്കിയിരിക്കുന്നത് കിഴക്കോട്ടാണ്. അതുകൊണ്ട് നമ്മൾ കൂടുതൽ വിശേഷങ്ങളിലേക്ക്, മകരവിളക്കിന്റെ വിശേഷങ്ങളിലേക്ക് ശബരിമല സന്നിധാനത്തേക്ക് തന്നെ പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടുവരും.